ഇതെന്താ എല്ലാവരും കൂടി എങ്ങോട്ടോ ഒരു യാത്ര പോവാൻ ഒരുങ്ങിയ പോലെ? എല്ലാരുമല്ല ഇർഷാദേ, വിസ്മയ മാത്രമേ പോകുന്നുള്ളൂ. അവൾക്ക് ജോലി കിട്ടി. ഓ, വിസ്മയാണോ പോകുന്നേ? അപ്പൊ ഞാൻ നല്ല സമയത്താ വന്നത്. കടയുടെ വിഷയത്തിൽ വിസ്മയെ കണ്ടാലല്ലേ എന്റെ കാര്യം നടക്കൂ. നമുക്കത് എന്താ വേണ്ടെന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിക്കാൻ ഇർഷാദിക്ക. വിസ്മയെ ബുദ്ധിമുട്ടിക്കണ്ട, അവളൊരു വഴിക്ക് പോവാൻ ഇറങ്ങിയതല്ലേ. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ശരിക്കും ഇപ്പൊ ബുദ്ധിമുട്ട് എനിക്കല്ലേ. അലക്സ് കേസും കൂട്ടവും കോടതിയൊക്കെയായി അവന്റെ കാശും പലിശയും ചേർത്ത് വാങ്ങി. നിങ്ങളുടെ വാക്ക് കേട്ട് ഇന്ന് നാളെ എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി വശം കിടന്നത് ഞാനും. ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരണം, ഞങ്ങളത് തീർത്തോളാം. അയ്യോ, ഇനി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വിസ്മയ. ഏത് വിധേനയായാലും വിസ്മയ വിചാരിച്ചാൽ 24 മണിക്കൂർ മതിയല്ലോ എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ. എന്നിട്ടും ഞാൻ 5-8 തവണ ഇതിനു വേണ്ടി കയറി ഇറങ്ങിയത് വിനയനുമായിട്ടുള്ള എന്റെ നല്ലൊരു ബന്ധം വെച്ചിട്ടാ. ഇനി അത് പറ്റില്ല. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വിസ്മയ പോയാ മതി, പ്ലീസ്. ഇനിയിപ്പോ അതല്ലെങ്കിൽ ഒരു വിൽപ്പന കരാർ തയ്യാറാക്കി തന്ന് എവിടാന്ന് വെച്ചാ പൊക്കോ. ഞാൻ കടവിറ്റ് എന്റെ ഷെയർ എടുത്തോളാം. മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എനിക്കിനി ഈ കാര്യത്തിൽ കാത്തു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ തന്നെ രണ്ടിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. തീരുമാനം ഉണ്ടാക്കാം. ഏട്ടം വീണുപോയെങ്കിലും ഇന്ന് ഈ ഇലഞ്ഞിക്കൽ തറവാട്ടിൽ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു പുരുഷനുണ്ടല്ലോ. അതുകൊണ്ട് പണത്തിന്റെ കാര്യത്തിന് വിസ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട ആരും. എത്രാന്ന് വെച്ചാ രേഖകൾ തയ്യാറാക്കിക്കോ. ഇർഷാദിക്കയുടെ പണം ഒരാഴ്ചക്കകം ഞാൻ തരും. ഞാനെന്ന് വെച്ചാ എന്റെ ഭർത്താവ്. ആര് തരുന്നു എന്നുള്ളത് എന്റെ പ്രശ്നമല്ല, എനിക്ക് പണം കിട്ടിയാൽ മതി. മോളെ, ഇത്രയധികം പണം നീ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? മുത്തശ്ശി പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ കാശ് ഹരിയേട്ടൻ കൊടുത്തോളൂ. അതുറപ്പാ. അത് വിമലെ, ഞാൻ ഹരിയേട്ടനൊന്നും പറയണ്ട. ഒരാഴ്ചക്കകം ഇർഷാദിക്കയുടെ പണം ഹരിയേട്ടൻ തരും. പക്ഷേ അപ്പത്തന്നെ അവകാശം ഒഴിമുറി ചെയ്തു തരണം. എന്താ, നടക്കില്ലേ? തീർച്ചയായും. കാശ് കിട്ടിയാൽ ആ നിമിഷം എന്റെ ഷെയർ എഴുതി തരാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ പിന്നെ ഇർഷാദിക്ക പൊക്കോ, ബാക്കി ഞങ്ങൾ വിളിച്ചറിയിച്ചോളാം. സംഗതി ഉറപ്പല്ലേ? എനിക്ക് വിശ്വസിച്ച് പോവാലോ? ആ, ഓക്കെ. ഹരിയേട്ടന് പകരം ഞാൻ വാക്ക് പറഞ്ഞാ പോരെ ഇർഷാദിക്ക? മതി, എനിക്ക് അത് മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. വിസ്മയ, സോറി. ഈ നേരത്ത് അതും യാത്ര പോകാൻ ഇറങ്ങുമ്പോ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ആ.